നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മാർ ജോസഫ് പാംപ്ലാനി എന്ന മലബാറിലെ കത്തോലിക്ക ബിഷപ്പിനെ ഓർമ്മയില്ലേ? റബ്ബറിന് കിലോയ്ക്ക് 300 രൂപയാക്കിയാൽ BJPക്ക് തങ്ങൾ വോട്ട് ചെയ്യാമെന്ന ഇടിവട്ടും വണ്ണമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയ സാക്ഷാൽ ബിഷപ്പ് മാർ പാംപ്ലാനി. പാംപ്ലാനി ഇടക്കാലത്ത് BJP സ്നേഹമൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറയുന്നത് BJPയോട് ഇപ്പോഴും തങ്ങൾക്ക് അടുപ്പമുണ്ടെന്നും BJP ഒരു തൊട്ടുകൂടാത്ത രാഷ്ട്രീയ കക്ഷിയായി തങ്ങൾ കാണുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പാംപ്ലാനി പറയുന്നു, BJPയുമായി ഇപ്പോഴും അടുപ്പമുണ്ട്, BJPയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നേരത്തെയും പാംപ്ലാനി ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം BJPക്ക് വോട്ട് ചെയ്യാൻ ക്രൈസ്തവർക്കൊരു മടിയുമില്ല. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കേണ്ട, പ്രത്യേകിച്ച് കോൺഗ്രസിന് മാത്രമേ തങ്ങൾ എക്കാലം വോട്ട് കുത്തുമെന്ന് ആരും കരുതണ്ട എന്നാണ് ബിഷപ്പ് മാർ പാംപ്ലാനി പണ്ട് പറഞ്ഞത്. എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി ഒരു BJP വിമർശകനായി രംഗത്ത് വന്നെങ്കിലും ഇപ്പോഴിതാ BJPയുമായി യാതൊരു തൊട്ടുകൂടായ്മയും തങ്ങൾക്കില്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭകളെയും അച്ഛന്മാരെയും തങ്ങളുടെ കൂടെ നിർത്താൻ BJP പഠിച്ച പണി 18 നടത്തുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിൽ നിന്നും കാര്യമായി ഒന്നും BJPക്ക് കിട്ടിയില്ല. ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ വന്ന് താമരയ്ക്ക് കുത്തി തങ്ങളെ വിജയിപ്പിക്കുമെന്ന് BJP നേതാക്കൾ കരുതിയെങ്കിലും ക്രൈസ്തവ സമൂഹം പൊതുവെ BJPയോട് അകലം പാലിച്ചു. കേരളത്തിൽ ഒരിടത്തും ക്രൈസ്തവർ മുൻതൂക്കമുള്ള ഒരിടത്തും BJPക്ക് കാര്യമായ രാഷ്ട്രീയ നേട്ടം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJPയുടെ വോട്ട് വിശ്വസിച്ചിരുന്ന BJPക്കാർ അവസാനം കണ്ണും മിഴിച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥ വന്നു. ക്രിസ്ത്യാനികൾ മുസ്ലിം വിരോധം നിമിത്തം തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് BJPക്കാർ പലരും വിചാരിച്ചത്. എന്നാൽ ക്രൈസ്തവ മേഖലയാകെ കോൺഗ്രസ് തൂത്തുവാരി. 2021 തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിൽ CPM ആധിപത്യം സ്ഥാപിച്ചെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മേഖലകളിലാകെ UDF ആണ് ആധിപത്യം സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ ആ മേഖലകൾ, തങ്ങളുടെ പരമ്പരാഗത മേഖലകൾ UDF തിരിച്ചു പിടിച്ചു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതോടെ BJP നേതൃത്വത്തിന് ഒരു കാര്യം മനസ്സിലായി, ക്രിസ്ത്യാനികളിൽ നിന്നും പറയുന്നത് പോലെ വോട്ടൊന്നും കിട്ടുകയില്ല. അരമളയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബിഷപ്പ് പാലസുകളിൽ ചെല്ലുമ്പോൾ ചായ കിട്ടും, ചിലപ്പോൾ പത്തിരി കിട്ടും, ചിലപ്പോൾ കേക്ക് കിട്ടും, വൈൻ കിട്ടും, ഇതെല്ലാം ശരിയാണ്. പക്ഷേ വോട്ട് മാത്രം കിട്ടില്ല എന്ന് BJPക്ക് ഇതോടുകൂടി നന്നായി മനസ്സിലായി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് മാത്രമല്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ആ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. ഒരു പക്ഷേ ക്രൈസ്തവരുടെ വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിരിക്കാം. അതൊരു പ്ലസ്സായി മാത്രമേ അദ്ദേഹവും പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ ക്രൈസ്തവർ കൂട്ടത്തോടെ ആ തെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് കാര്യമായ വോട്ട് വർധനമൊന്നും ഉണ്ടായില്ല. ഒരു വേള തങ്ങളെ ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറ്റിക്കുകയാണോ എന്നുള്ള സംശയം പോലും BJP നേതാക്കൾക്ക് ഉണ്ടായിട്ടേ. ഏതായാലും പാംപ്ലാനി ഒരിക്കൽ കൂടി വഴിവെട്ടിയിരിക്കുകയാണ്, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാം എന്നുള്ളൊരു സൂചന പാംപ്ലാനി ഇപ്പോൾ നൽകുന്നുണ്ട്. കാരണം BJPയോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം താല്പര്യപ്പെടുന്ന ഒരു അന്തരീക്ഷവും അവസ്ഥയും ഉണ്ടായാൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമെന്നാണ് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞത്. പാംപ്ലാനി പറയുന്നത് അത്ര ചെറുതായ കാര്യമല്ല. കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരിലെ ഏറ്റവും ശക്തനായ പിതാക്കളിൽ ഒരാളാണ്, ബിഷപ്പുമാരിൽ ഒരാളാണ് ജോസഫ് പാംപ്ലാനി. അതുകൊണ്ട് തന്നെ പാംപ്ലാനി ഒന്നും അറിയാതെ BJP തൊട്ടുകൂടായ്മയില്ല അല്ലെങ്കിൽ BJPയോട് തൊട്ടുകൂടായ്മയില്ലെന്ന് പറയുകയില്ല. എന്തൊക്കെയോ സംഗതികൾ വീണ്ടും അണിയറകളിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് ഈ പാംപ്ലാനിയുടെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യമാവുക.